നിങ്ങളുടെ മാസശമ്പളം 5000 രൂപയാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ട ചില ബേസിക്സ് ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ഉണ്ട്. അതിലൊന്നാണ് ഒരു എമർജൻസി ഫണ്ടിൻ്റെ ആവശ്യം. വളരെയധികം അത്യാവശ്യമുള്ള ഒരു സർക്കംസ്റ്റൻസിൽ, മേ ബി ഒരു മെഡിക്കൽ എമർജൻസി ആവാം, അല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരു ആക്സിഡൻറ്റ്, അതുമല്ലെങ്കിൽ നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിൽ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ് ഈ എമർജൻസി ഫണ്ട്. അത് ജെന്യുവൻ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ എന്ന് നമ്മൾ ഉറപ്പാക്കുക. എക്സ്പേർട്സ് പറയുന്നത് നമ്മുടെ മന്ത്ലി എക്സ്പെൻസിൻ്റെ 6 times എമൗണ്ട് നമ്മുടെ എമർജൻസി ഫണ്ടിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ വീടിൻ്റെ വാടക, മന്ത്ലി ഗ്രോസറീസ് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങുന്ന എമൗണ്ട്, ഹോം ലോണിൻ്റെ EMI അല്ലെങ്കിൽ കാർ ലോണിൻ്റെ EMI, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ 6 times എമൗണ്ട്. അപ്പോൾ മന്ത്ലി എൻ്റെ എക്സ്പെൻസ് 50,000 ആണെങ്കിൽ അതിൻ്റെ 6 times 3 ലക്ഷം, 3 lakhs എമൗണ്ട് എൻ്റെ എമർജൻസി ഫണ്ടിൽ ഞാൻ കീപ്പ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ എമർജൻസി ഫണ്ട് നമുക്ക് ഏറ്റവും എളുപ്പം വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു മീൻസിൽ തന്നെ ഇടണം എന്നുള്ളത്. അത് നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ട് ആവാം, അല്ലെങ്കിൽ ലോക്കിൻ പീരീഡ് ഇല്ലാത്ത FDകളാവാം, ഫിക്സഡ് ഡെപ്പോസിറ്റുകളാവാം. ഇതൊക്കെ നമുക്ക് എളുപ്പം പിൻവലിച്ചെടുക്കാവുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടുകളാണ്. അതായത് പകുതി എമൗണ്ട് നമ്മളൊരു സേവിങ്സ് അക്കൗണ്ടിലിട്ടാൽ ബാക്കി പകുതി എമൗണ്ട് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ കൂടുതൽ ഇൻട്രസ്റ്റ് നമുക്ക് അവെയിൽ ചെയ്യാനും പറ്റും. അതോടൊപ്പം തന്നെ ഈ എമർജൻസി ഫണ്ട് നമുക്ക് കീപ്പ് ചെയ്യാനും പറ്റും. When it comes to us and our loved ones, emergency fund is not a choice but a necessity. So I hope എല്ലാവരും ഒരു എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യാനുള്ള എഫേർട്സ് തുടങ്ങുമെന്നും, അതുപോലെ തന്നെ എമർജൻസി ഫണ്ട് ഉള്ളവരാണെങ്കിൽ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വൺസ് യൂസ്ഡ് നമ്മളത് എളുപ്പം തന്നെ റിപ്ലനിഷ് ചെയ്യാനുള്ള എഫേർട്സ് തുടങ്ങണം. Always remember, self-love is not selfish. Self-love is very important. Then only you can love others. So take care, bye-bye. See you in another video.